നല്ല ദാസൻ എന്നു കേൾക്കാൻ ആഗ്രഹിച്ചിടാ. യേശുവിൻ്റെ പ്രവൃത്തികളും യേശുവിൻ്റെ രീതികളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവൻ നിയമങ്ങളൊക്കെ തെറ്റിക്കാൻ വന്നവനാണോ, അതോ നിയമങ്ങളൊക്കെ മാറ്റാൻ വന്നവനാണോ? ഇങ്ങനൊരു തെറ്റിദ്ധാരണയുടെ സ്വരം എല്ലായിടത്തും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ഈ നിയമങ്ങളൊക്കെ മാറ്റാൻ വന്നുവെന്നാണ്. അല്ല, ഞാൻ പൂർത്തീകരിക്കാനാണ് വന്നത്. എന്നിട്ട് യേശു പറയും, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷേ ഈ നിയമത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല. പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ എഴുതപ്പെട്ടത് ഹീബ്രു വേർഡ്സിലാണല്ലോ. ആ ഹീബ്രു വേർഡ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു കാര്യം മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോവും. യേശു പറയുന്നത് ഇതിലൊരു അർത്ഥവും മാറിയിട്ടില്ല, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഈ അർത്ഥം മാറാതെ നിയമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് പലർക്കും തെറ്റുപറ്റിപ്പോയത്. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അക്ഷരങ്ങളൊക്കെ ഇനി ജീവൻ വയ്ക്കണം. അതുകൊണ്ട് ക്രിസ്തു വചനം മാംസമായി ധരിച്ചു. പഴയ നിയമത്തിലെല്ലാം അക്ഷരങ്ങളായിരുന്നു. അക്ഷരങ്ങൾ പിന്നീട് ജീവൻ വെച്ചതാണ് ക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ പലതും അക്ഷരങ്ങളായി മാത്രം നിൽക്കുന്നുണ്ട്, വാക്കുകളായിട്ട് മാത്രം നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ചില വാക്കുകൾ ഓർക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ചില വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ വാക്കുകളും അക്ഷരങ്ങളുമാണ്. ഇതിനൊക്കെ ജീവൻ വേണം. ഈ ജീവനുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മനോഹാരിത ഉണ്ടാകും. പ്രിയമുള്ളവരൻ, അക്ഷരങ്ങളും വാക്കുകളൊക്കെ അതേപടി നിന്നാൽ ഈ സ്നേഹം എവിടെ പോകും? എല്ലാ അക്ഷരങ്ങൾക്കും എല്ലാ വാക്കുകൾക്കും ഇടയിൽ സ്നേഹമുണ്ടാകട്ടെ. ആ സ്നേഹം കുറച്ചും കൂടി നമ്മളെയൊക്കെ സ്നേഹിക്കാൻ, കുറച്ചും കൂടി പരസ്പരം മനസ്സിലാക്കാൻ പഠിപ്പിക്കട്ടെ.